ഇന്ത്യൻ ടീമിലേക്ക് വൈകി എത്തി ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിഹാസമായി മാറിയ താരമാണ് സൂര്യകുമാർ യാദവ്. T20 ലോകകപ്പ് തോൽക്കുമെന്ന് ഉറപ്പിച്ച സമയത്ത് ഇന്ത്യയുടെ പ്രതീക്ഷകൾ അടങ്ങിയ വിജയ ക്യാച്ചിനെ ബൗണ്ടറി കടക്കാൻ അനുവദിക്കാതെ കൈകളിലേക്ക് പിടിച്ച് വിജയത്തിലേക്ക് നയിച്ച പ്രധാനിയായിരുന്നു സൂര്യകുമാർ. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള T20 ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യയുടെ പേര് കേട്ടിരുന്ന സമയത്ത് ഇന്ത്യൻ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പരിശീലകനായ ഗൗതം ഗംഭീർ സൂര്യകുമാർ യാദവിന്റെ കൈകളിലേക്ക് ആ സ്ഥാനം ഏൽപ്പിച്ചത്. സൂര്യയെ ക്യാപ്റ്റനാക്കി തെരഞ്ഞെടുത്തപ്പോൾ പലരുടെയും ഞെട്ടിച്ചൊളുങ്ങിയിരുന്നു. ഹാർദിക്കിനേക്കാൾ യോഗ്യനാണ് സൂര്യകുമാർ യാദവ് എന്ന് ചോദിച്ച് പലരും രംഗത്തും എത്തിയിരുന്നു. ക്യാപ്റ്റൻസി പ്രഷർ കൊണ്ട് ബാറ്റിംഗിൽ ശ്രദ്ധിക്കാൻ സാധിക്കുമോ എന്നായിരുന്നു പലരുടെയും ചോദ്യം. എന്നാൽ ഈ വിമർശനങ്ങളെ എല്ലാം കാറ്റിൽ പരത്തിയായിരുന്നു സൂര്യകുമാർ യാദവിന്റെ തേരോട്ടം. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ തന്നെ വെടിക്കെട്ട് ബാറ്റിംഗ് കൊണ്ട് വിമർശകർക്കുള്ള മറുപടി അദ്ദേഹം നൽകി. 26 പന്തിൽ നിന്നും 8 ബൗണ്ടറികളും 2 സിക്സറുകളും അടക്കം 58 റൺസാണ് താരം നേടിയത്. ഒരു ക്യാപ്റ്റന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പ്രഷറിൽ നിൽക്കുന്ന സഹതാരങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും സൂര്യ അതിലും തന്നെ മികവ് തെളിയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണവുമുണ്ട്. 3-ാം മത്സരത്തിൽ ബോളർ മുഹമ്മദ് സിറാജിന്റെ പന്തിൽ കീപ്പർ സഞ്ജു സാംസൺ ലഭിച്ച ക്യാച്ച് അദ്ദേഹം പാഴാക്കിയിരുന്നു. തൊട്ടപ്പുറത്ത് നിന്ന് സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ ചേർത്ത് പിടിച്ച് മോട്ടിവേറ്റ് ചെയ്തു. അത് ഒരു മികച്ച ലീഡറിനുള്ള കഴിവാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ശക്തമായ ടീമിനെ തന്നെയായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ ഇറക്കിയിരുന്നത്. പക്ഷേ ഇന്ത്യക്ക് വിജയിക്കുവാൻ അത് മാത്രം പോരായിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരുപാട് തന്ത്രങ്ങൾ അദ്ദേഹം ശ്രീലങ്കയ്ക്കെതിരായി സജ്ജമാക്കിയിരുന്നു. അത് കളിക്കളത്തിൽ ഇന്ത്യക്ക് അനുകൂലമാവുകയും ചെയ്തു. അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ 12 പന്തുകളിൽ 9 റൺസ് മാത്രം വേണ്ടി വന്നപ്പോൾ അദ്ദേഹം റിങ്കു സിംഗിന് ബോൾ കൈമാറി. താരം ഒരു ഓവറിൽ 3 റൺസ് മാത്രം വഴങ്ങി അദ്ദേഹം 2 വിക്കറ്റുകളും നേടി. അവസാന ഓവർ എറിയുവാൻ മുഹമ്മദ് സിറാജിനെ വിളിക്കും എന്ന് കരുതിയ ശ്രീലങ്കൻ താരങ്ങൾക്ക് തെറ്റുപറ്റി. ക്യാപ്റ്റൻ സ്വയം മുൻപോട്ട് വന്ന് ശ്രീലങ്കയുടെ പദ്ധതികളെല്ലാം തകിടം മറിച്ചു. അവസാന ഓവറിൽ 5 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ നേടി കളി സമനിലയാക്കി. തുടർന്നുള്ള സൂപ്പർ ഓവറിന് വേണ്ടിയുള്ള പദ്ധതികളും സൂര്യകുമാർ തയ്യാറാക്കി വെച്ചിരുന്നു. വാഷിംഗ്ടൺ സുന്ദറിന് ബോൾ കൊടുത്ത് 3 ബോളിൽ 2 റൺസ് വഴങ്ങി ശ്രീലങ്കയുടെ 2 വിക്കറ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. മറുപടി ബാറ്റിംഗിൽ ആദ്യ പന്തിൽ തന്നെ സൂര്യകുമാർ ബൗണ്ടറി കടത്തി കളി വിജയിപ്പിച്ചു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലും കളിക്കളത്തിൽ പൂർണ്ണ ആധിപത്യമായിരുന്നു സൂര്യകുമാർ കാഴ്ചവെച്ചത്. സൂര്യയുടെ ബാഗ് നിറച്ച് തന്ത്രങ്ങളാണെന്നാണ് ഇന്ത്യൻ താരം വാഷിംഗ്ടൺ സുന്ദർ പറയുന്നത്. ശ്രീലങ്കയുമായുള്ള സീരീസിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം സ്വന്തമാക്കിയത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. ഇനി സൂര്യ നയിക്കുന്ന ഇന്ത്യൻ ടീം മികച്ച വിജയങ്ങൾ നേടി അടുത്ത 2026 T20 ലോകകപ്പും നേടും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. Shot. There's a man out there though. He's going to take the catch and he does. The skipper picks up his first wicket. That might be close. Was it off the pad? And they will run. Good work. Goes down the ground. They have to come back. They won't. They will. Goes to the wrong end, does he? They're going to go upstairs, I'm sure. Are they? വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.